അപ്പോൾ ഇതൊക്കെ കാട് ഉമ്മിച്ച് കുറച്ച് മാങ്ങ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ മാങ്ങയാണ്, പഴുത്ത പഴമാങ്ങയാണ് കേട്ടോ, ചപ്പിക്കൂടിയ മാങ്ങ. അപ്പോൾ അതാ ഞാൻ വേഗം ക്ലീൻ ആക്കി തൊലിയൊക്കെ കളഞ്ഞൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി വെക്കാനാണ് കേട്ടോ. ഇതിലേക്ക് ശർക്കര നീര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് ഞാൻ റെഡി എടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കാന്താരി മുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി അരപ്പിനായിട്ട് തേങ്ങ, അതേപോലെ ചെറിയ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, വേപ്പില, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഒന്ന് ചെറിയ തിള വരുന്ന ടൈമിൽ ഓഫ് ചെയ്യുക. ഇനി പുളിക്ക് ആവശ്യമായിട്ടുള്ള നല്ല കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വറവിട്ടെടുക്കാനായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഇനി ഇതാ നല്ല കിട്ടില്ല മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ചോറുണ്ടെന്ന സമയത്ത് ഇതാ ബീഫ് റോസ്റ്റും മാമ്പഴ പുളിശ്ശേരിയും ഒക്കെ ആയിട്ട് ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.